ഞാൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അങ്കമാലി. എൻ്റെ പേര് മേരി എന്നാണ്. ഞങ്ങൾ ഇന്ന് അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ ലോക്കൽ അഡ്വൈസറി കമ്മിറ്റി മീറ്റിംഗ് കൂടി ചേർന്ന് വന്നതാണ്. ഈ മീറ്റിംഗ് കൂടിയത് തന്നെ വൈദ്യുതി മിനിസ്റ്റർ നിർദ്ദേശിച്ചിരുന്നു. എല്ലാ പൊതു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ലോക്കൽ അഡ്വൈസറി കമ്മിറ്റി കൂടണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ ഈ മീറ്റിംഗ് കൂടിയത്. ഇതിൽ നമ്മൾ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ വൈദ്യുതി പ്രതിസന്ധികൾ, വൈദ്യുതി വിതരണത്തിൽ വരുന്ന ഇൻട്രപ്ഷൻ, ഇതൊക്കെ പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലേഴ്സിൻ്റെ ഒരു സഹകരണം ഉറപ്പാക്കുക, ഞങ്ങളുടെ സേവനം കൂടുതൽ മെച്ചപ്പെട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയതാണ്. അതിലെല്ലാവരും നല്ല സഹകരണം ഉറപ്പ് വന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രധാനമായിട്ടും നേരിടുന്നത് പുതിയ വികസനങ്ങൾ വരുമ്പോൾ പോസ്റ്റുകൾ സ്ഥാപിക്കുമ്പോഴും അതുപോലെ സ്റ്റേ ഇടുന്നതിനുമൊക്കെ ജനങ്ങളുടെ ഒരു എതിർപ്പുണ്ടാവുക എന്നുള്ളതാണ്. അത് പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലേഴ്സ് ഇടപെട്ട് അതിന് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു തരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ പ്ലാൻ അടുത്ത 2027-32 വർഷത്തെ 5 വർഷത്തെ പ്ലാൻ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യുതി രംഗത്ത് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുത്ത് അപകടകരമായി നിൽക്കുന്ന ലൈനുകളെല്ലാം തന്നെ ഇൻസുലേറ്റഡ് കേബിളിലേക്ക് മാറ്റുന്നതിനും, അതുപോലെ തന്നെ കൂടുതൽ ട്രാൻസ്ഫോമർ, വോൾട്ടേജ് ക്ഷാമമുള്ളിടത്തേക്ക് ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുക, പുതിയ ഫീഡറുകൾ 11 kV ഫീഡറുകൾ കൊണ്ടുവന്ന് നമുക്ക് ധാരാളമായ പവർ അവൈലബിലിറ്റി ഉണ്ടാക്കുക. പിന്നെ കൂടുതൽ ഇപ്പോൾ സോളാർ വയ്ക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടുന്നുണ്ട്, ജനങ്ങൾക്കും നേരിടുന്നുണ്ട്. അതൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ സാങ്കേതികവിദ്യ ബസ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അത് 2032 വരെയുള്ള പ്ലാനാണ്. അതിൽ നമ്മൾ നൂതനമായിട്ട് 90% സോളാറിൻ്റെ കപ്പാസിറ്റി തീർന്നു കിടക്കുന്ന ട്രാൻസ്ഫോമറുകൾ അത് നമുക്ക് ധാരാളമുണ്ട്. അതിലെല്ലാം ബസ് നമ്മൾ പുതുതായിട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പുതിയ ഫീഡറുകൾ ഇപ്പോൾ ഇവിടെ അങ്കമാലിയിലാണെങ്കിൽ അങ്കമാലിയിൽ ഒരു 33 kV സബ്സ്റ്റേഷൻ വരുന്നുണ്ട്. അത് സബ്സ്റ്റേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് പവർ അവൈലബിലിറ്റി നന്നായിട്ടുണ്ടാകും. നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനും അതുപോലെ കൊമേഴ്ഷ്യൽ ഗ്രോത്തിനും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വളരെ ഗുണം ചെയ്യും മുനിസിപ്പാലിറ്റിക്ക് എന്ന് ഉറപ്പ് പറയാൻ കഴിയും. വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ KSEB നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി അപകടങ്ങൾ. അപ്പോൾ പൊതുജനങ്ങളിലെ വൈദ്യുതി അപകടങ്ങൾ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ നമ്മൾ പല പദ്ധതികളും പ്രചാരണ പരിപാടികളും നടത്തിയിട്ടുണ്ട്. ഈ ജൂൺ 26 തുടങ്ങി ജൂലൈ 2 വരെ നമ്മൾ സുരക്ഷാ വാരമായിട്ട് ആചരിക്കുകയും മൈക്ക് അനൗൺസ്മെൻറ്റ് റാലി, അതുപോലെ റോഡ് ഷോ, നോട്ടീസ് വിതരണം, വാട്സാപ്പ് കൂട്ടായ്മകളോടുള്ള പ്രചരണം, വിവിധതരം ക്ലാസ്സുകൾ, സ്കൂളുകളിലെ ക്ലാസ്സുകൾ, ജീവനക്കാർക്കുള്ള ട്രെയിനിങ്ങുകൾ ഇതെല്ലാം നടത്തി. പക്ഷേ അത് മാത്രമല്ല, ഇനിയും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വാർഡ് തല കൗൺസിലുകൾ, വാർഡ് തല മീറ്റിങ്ങുകളിൽ നമ്മുടെ പ്രതിനിധികൾ ചെന്നെടുത്ത് ക്ലാസ് എടുക്കാനും അങ്ങനെ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പൂർണ്ണ സഹകരണം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഗാർഹിക വീടുകളിലെ അപകടം കുറയ്ക്കാനായിട്ട് എല്ലാ വീട്ടിലും ELCB ആ ഒരു ഉദ്ദേശം ലക്ഷ്യമാക്കുക എന്ന് കൂടിയുണ്ട്. ELCB ഉണ്ടെങ്കിൽ നമുക്ക് വീടുകളിൽ വൈദ്യുതി കുറയ്ക്കാൻ കഴിയും. കാരണം ഒരു മനുഷ്യന് 30 മില്ലി ആംബിയർ ശരീരത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് വൈദ്യുതി അപകടം ഉണ്ടാകുന്നത്, ഷോക്ക് ഏൽക്കുന്നതും മരണപ്പെടുന്നത്. പക്ഷേ ELCB ഉണ്ടെങ്കിൽ ചെറിയ ഒരു വൈദ്യുതി മില്ലി ആംബിയർ തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ELCB ട്രിപ്പാവും, അതുവഴി അപകടം ഒഴിവാകും. അപ്പോൾ ELCB എന്നുള്ളത് ഒരു ജീവൻ രക്ഷാ ഉപാധിയായിട്ട് കാണുകയും അത് കൂടുതൽ എല്ലാ വീടുകളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ പ്രചാരണ പരിപാടിയിൽ അതായിരിക്കും നമ്മുടെ ഉദ്ദേശം. അതുപോലെ തന്നെ ലോഹത്തൊട്ടികൾ ഉപയോഗിക്കുക, മറ്റു തരത്തിലുള്ള അപകടകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന വൈദ്യുതിയുമായി ഇടപെടുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ വയർമാൻ, അത്തരത്തിലുള്ള പെയിൻറ്റിങ് തൊഴിലാളികൾ, അതുപോലെ ഈ വിവിധതരം വർക്ക്ഷോപ്പുകൾ അങ്ങനെയുള്ളവർക്കും കൂടി നമ്മൾ ക്ലാസ്സുകൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു കൂട്ടായ്മയിലും നമ്മൾ വയർമാൻ അസോസിയേഷനിലൊക്കെ ക്ലാസ് നടത്താൻ ഉദ്ദേശിക്കുന്നു.